കൊട്ടാര നഗരിയായ മൈസൂരിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊട്ടാരമായ ലളിത് മഹൽ പാലസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ചാമുണ്ഡി കുന്നുകളുടെ താഴ്വരയിലായി മൈസൂരിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് ഈ കൊട്ടാരം. പണ്ട് യൂറോപ്യൻ സന്ദർശന വേളയിൽ യൂറോപ്പിലെ കൊട്ടാരങ്ങളുടെ ഭംഗിയും പ്രൗഢിയും കണ്ട് ആകൃഷ്ടനായ മൈസൂരിലെ രാജാവായ കൃഷ്ണരാജ വോഡെയാർ നാലാമൻ മൈസൂരിലെത്തുന്ന തൻ്റെ വിദേശ വിശിഷ്ട അതിഥികൾക്കായിട്ടുള്ള ആഡംബര അതിഥി മന്ദിരമായിട്ടാണ് ഈ കൊട്ടാരം പണിയുന്നത്. ലണ്ടനിലെ സെന്റ് പോൾ കത്തീഡ്രലിൻ്റെ മാതൃകയിൽ നിയോ ക്ലാസിക്കൽ ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത 2 നിലകളിലായുള്ള ഈ കൊട്ടാരം പ്രശസ്ത ബ്രിട്ടീഷ് വാസ്തുശില്പിയായ എഡ്വിൻ വോൾസ്റ്റർ ഫ്രിച്ച്ലിയുടെ നേതൃത്വത്തിൽ 1921 നിർമ്മാണം ആരംഭിക്കുന്നത്. ഏകദേശം 9 വർഷങ്ങൾക്കിപ്പുറം 1930 ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നത്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന വില്ലിംഗ്ടൺ പ്രഭുവിനും യൂറോപ്യന്മാരായ വിശിഷ്ട അതിഥികൾക്കും വിരുന്നൊരുക്കിയ മുറികളും, ഉയർന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യൻ നർത്തകിമാരുടെ നൃത്തവും സംഗീതവും ആസ്വദിക്കുന്നതിനായി ഒരുക്കിയ നൃത്തശാലകളും സ്വകാര്യ മുറികളും നീന്തൽക്കുളവും ഇവിടെ കാണാം. കൊട്ടാരത്തിൻ്റെ മേൽക്കൂരയും താഴികക്കുടവും മനോഹരമായ ഗ്ലാസ് സ്കൈലൈറ്റുകളാൽ അലങ്കരിച്ചിരിക്കുന്നതും കാണാം. KGF, RDX തുടങ്ങിയ നിരവധി കന്നഡ, മലയാളം സിനിമകളിലൂടെ നമുക്ക് പരിചിതമായ മൈസൂരിൻ്റെ ഈ പൈതൃക കൊട്ടാരം ഇന്നിപ്പോൾ കർണാടക ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഒരു വിൻറ്റേജ് ഹെറിറ്റേജ് ഹോട്ടലാണ്.